എല്ലാവർക്കും സ്വാഗതം. അലീന ഐസിയുവിൽ കയറി ബാലേന്ദ്രനെ കാണുകയാണ് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ ആകെ വിഷമത്തിലാണ്. അതുകൊണ്ട് തന്നെ അലീന പറയുന്നുണ്ടായിരുന്നു, അച്ഛനൊന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട, അച്ഛൻ ഇവിടെ കിടന്നാൽ മതി, ഒന്നും ഓർക്കണ്ട, എല്ലാം എനിക്കങ്ങ് വിട്ടേക്ക് എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തറിയാം മോളെ, നിനക്കെല്ലാം കൂടെ താങ്ങാൻ പറ്റുമോ എന്നൊക്കെയായിട്ട് ചോദിക്കുന്നത്. അപ്പോഴും അലീന പറയുന്നുണ്ടായിരുന്നു, അച്ഛനൊന്നും ഓർക്കണ്ട, എല്ലാം എനിക്ക് വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം കാര്യങ്ങൾ, വീട്ടിൽ ഞാനുണ്ടല്ലോ എന്നൊക്കെയാട്ടോ പറയുന്നത്. അപ്പോൾ ബബിതയും കൃഷ്ണമോളും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഞാൻ എന്തായാലും വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഇവിടെ ഇപ്പോൾ ഐസിയുവിൽ വേറെ ആരുടെ ആവശ്യമില്ലല്ലോ, ഇനിയിപ്പോൾ ഞാൻ ഗോവർദ്ധന അങ്കിളിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയിക്കോളാം, ഗോവർദ്ധന അങ്കിളിനോട് ഇങ്ങോട്ട് വരാൻ പറയാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് ബാലേന്ദ്രനാണെങ്കിലും അലീനയോട് ഫോൺ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, എൻ്റെ ഫോൺ എന്ന് പറയും. അപ്പം അലീന പറയുന്നുണ്ട്, അച്ഛൻ്റെ ഫോൺ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ അതെനിക്ക് തന്നിട്ട് പോകും മോളെ എന്ന് പറയുമ്പോൾ, വേണ്ട, ഇനിയിപ്പോൾ അച്ഛന് കുറച്ച് ദിവസത്തേക്ക് ഫോണും ന്യൂസ് പേപ്പറും ഒന്നും വേണ്ട എന്നാണ് കേട്ടോ അലീന പറയുന്നത്. അപ്പോൾ അലീന പറയുന്നതിൻ്റെ കാര്യമെല്ലാം ബാലേന്ദ്രന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു കേട്ടോ. അലീനയുടെ ആ സ്നേഹവും കരുതലും ഒക്കെ കണ്ടിട്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഭയങ്കര സങ്കടമൊക്കെ ആവുന്നുണ്ട്. കിഷോറേട്ടൻ്റെ അഭിനയം ഒരു രക്ഷയില്ല. അത് കാണുമ്പോൾ നമുക്കും നന്നായിട്ട് ഫീൽ ചെയ്യും കേട്ടോ ആ സങ്കടമൊക്കെ അങ്ങ്. അത് കഴിഞ്ഞ് പിന്നീട് സിസ്റ്ററിനോടും പറയുന്നുണ്ട്, ഞാൻ വീട്ടിലേക്ക് പോവാണ് കേട്ടോ എന്ന് അലീന. അപ്പോൾ സിസ്റ്റർ പറയും, പകൽ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇവിടെ ആരും വേണമെന്നില്ല, രാത്രി ആരെങ്കിലും ബൈസ്റ്റാൻഡറായിട്ട് വന്നാൽ മതി എന്ന് പറയൂ കേട്ടോ. അങ്ങനെ പിന്നെ അലീന ഐസിയുന്ന് പുറത്തേക്ക് ഇറങ്ങും. ബാലേന്ദ്രനാണെങ്കിലും ആകെ വിഷമിച്ച് കിടക്കുകയാണ് കേട്ടോ. പാവം തോന്നും അത് കാണുമ്പോൾ. പിന്നീട് അലീന ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് എത്തുന്നുണ്ട്. വന്ന് കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ കൃഷ്ണയാണ് കേട്ടോ വന്ന് ഡോറ് തുറക്കുന്നത്. ആദ്യം ജനലിലൂടെ നോക്കും ആരാ പുറത്ത് വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അലീനേനെ കാണുമ്പോൾ കൃഷ്ണമോൾക്ക് സന്തോഷമാവുന്നുണ്ട്. ആ ചിരിയോട് കൂടി തന്നെയാണ് കേട്ടോ ഡോറ് തുറക്കുന്നത്. അലീന അകത്തേക്ക് കയറുമ്പോൾ പെട്ടെന്ന് തന്നെ ഡോറൊക്കെ ലോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് അച്ഛൻ എങ്ങനെയുണ്ട്, അച്ഛന് വീണ്ടും അറ്റാക്ക് വന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ കൃഷ്ണ. അപ്പോൾ പറയും, അതെ, മൈനർ അറ്റാക്ക് എന്നാണ് ഡോക്ടർ പറഞ്ഞത്, ഇപ്പോൾ ഐസിയുലാണ്, കുഴപ്പമൊന്നുമില്ല, സംസാരിക്കുന്നൊക്കെ ഉണ്ട് എന്ന് പറയും. പിന്നീട് അലീന ചോദിക്കുന്നുണ്ടായിരുന്നു, ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ എന്ന്. അപ്പോൾ ആരും വന്നിട്ടില്ല എന്ന് പറയും കേട്ടോ. അപ്പോഴാണ് ബാലേന്ദ്രൻ്റെ ഫോൺ അലീനയുടെ കയ്യിൽ കൃഷ്ണ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അച്ഛൻ്റെ ഫോണല്ലേ, അതെന്താ ചേച്ചി കൊടുക്കാൻ മറന്നാണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല, അത് ഞാൻ മനഃപൂർവ്വം കൊടുക്കാതിരുന്നതാണ്, ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നല്ല വാർത്തകളൊന്നും അല്ലല്ലോ കേൾക്കുക, അപ്പോൾ അതുകൊണ്ട് അതെൻ്റെ കയ്യിലിരുന്നോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നാണെന്ന് പറഞ്ഞ് റൂമിലേക്ക് പോയി. അത് കഴിഞ്ഞ് പിന്നീട് ഫുഡൊക്കെ എടുത്ത് ഡൈനിങ് ടേബിളിലേക്ക് വെക്കുകയാണ്. അപ്പോഴാണ് കേട്ടോ കമല വിളിക്കുന്നത്. ബാലേന്ദ്രൻ്റെ ഫോണിലേക്കാണ് വിളിക്കുന്നത്. അപ്പോൾ അലീനയാണല്ലോ ഫോൺ എടുക്കുന്നത്. അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ കമലയ്ക്ക്. അപ്പോൾ ആരാ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അലീനയാന്ന് പറയും. അപ്പോൾ ബാലേന്ദ്രൻ ഇല്ല എവിടെയെന്ന് ചോദിക്കുമ്പോൾ, അച്ഛൻ ഇവിടെ ഇല്ല എന്ന് പറയുമ്പോൾ, ആരുടെ അച്ഛൻ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനയാണെങ്കിലും ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, ഇവിടുത്തെ കുട്ടികളുടെ അച്ഛൻ കേട്ടോ. പിന്നെ അലീന കൃഷ്ണയ്ക്ക് അങ്ങ് ഫോൺ കൊടുക്കും കേട്ടോ. അപ്പോൾ കമലയാണെങ്കിലും കൃഷ്ണനോട് പറയുന്നുണ്ടായിരുന്നു, അലീന അങ്ങനെ ഫോൺ എടുത്ത് സംസാരിച്ചപ്പോൾ എനിക്ക് അങ്ങ് ദേഷ്യം വന്നു എന്ന്. അപ്പോൾ ദേഷ്യപ്പെടാൻ പറ്റിയ സമയമാണല്ലോ, മോനെ റേപ്പ് കേസിൽ പോലീസ് പിടിച്ചുകൊണ്ടോ, ഇതൊന്നും ആൻറ്റി അറിഞ്ഞില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അത് പറയാനാണ് വിളിച്ചത്, ബാലേന്ദ്രനെ എവിടെ, ഇനിയിപ്പോൾ ഹരീനെ ജാമ്യത്തിൽ ഇറക്കാൻ ബാലേന്ദ്രനല്ലേ ഉള്ളൂ എന്നാട്ടോ പറയുന്നത്. അപ്പോൾ അവിടെ വന്ന് ഹരിയേട്ടനെ പിടിച്ചുകൊണ്ടുപോയ പോലെ ഇവിടെ രോഹിയേട്ടനെ പിടിച്ചുകൊണ്ടുപോയി പോലീസ് എന്ന് പറയുമ്പോൾ, ആ രോഹിണിയും കൊണ്ടുപോയോ, അപ്പോൾ ഹരിക്കൊരു കൂട്ടായല്ലോ എന്നൊക്കെയാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത്. അവരെന്നാ ചെയ്തിട്ടാ, അവർ 4 പേരും കൂടെ ടൂർ പോയതിനാണോ എന്നൊക്കെയാണ് കേട്ടോ കമല പറയുന്നത്. അപ്പോൾ കൃഷ്ണ പറയും, എനിക്കിപ്പോൾ ആൻറ്റീനോട് സംസാരിക്കാൻ താല്പര്യമില്ല, എനിക്ക് കൂടുതലൊന്നും അറിയില്ല, ആൻറ്റി ന്യൂസ് വെച്ച് നോക്കുക പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യേ. അത് കഴിഞ്ഞ് പിന്നീട് അലീന ഗോവർദ്ധനെ വിളിച്ചിട്ട് രോഹിത്തിനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. റേപ്പ് കേസാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്, കൂടുതലൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ ബാലേന്ദ്രന് സുഖമില്ലാതെ ഹോസ്പിറ്റലായ കാര്യം പറയുന്നുണ്ട് കേട്ടോ അലീന. എന്തായാലും അങ്കിൾ ഹോസ്പിറ്റലിലേക്കും പോകണം, അതുപോലെ തന്നെ സ്റ്റേഷനിലേക്കും പോകണം, രോഹിത്തിനെ ജാമ്യത്തിൽ ഇറക്കാൻ പറ്റുമോ എന്ന് നോക്കണം എന്നൊക്കെ പറയുമ്പോൾ, അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയും കേട്ടോ. ഇനിയിപ്പോൾ ഒരാഴ്ചത്തേക്ക് കട തുറക്കണ്ടെന്നൊക്കെ അലീന അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെന്തിനാ ഷോപ്പ് തുറക്കാതിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അങ്കിളെ ഇനിയിപ്പോൾ ഇങ്ങനെ പാലയിൽ മൊത്തം ഈ ന്യൂസ് പരക്കും, അപ്പോൾ പിന്നെ ആളുകൾ കട ഇങ്ങനെ തല്ലിപ്പൊളിക്കാനും ഒന്നുള്ള ഇട വരുത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, അപ്പോൾ ബാലേട്ടനോട് ചോദിക്കട്ടെ എന്നാണ് കേട്ടോ ഗോവർദ്ധൻ പറയുന്നത്. അച്ഛനോട് ചോദിച്ചിട്ട് മതി എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അലീന. അത് കഴിഞ്ഞ് പിന്നീട് അലീന ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ബബിതയാണെങ്കിലും അവിടെ വന്നിട്ട് ഒരു തുറിച്ചൊരു നോട്ടൊക്കെ നോക്കിയിട്ട് അങ്ങ് പോകും കേട്ടോ. പിന്നീട് മനു അലീനനെ വിളിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അലീന കോൾ എടുക്കുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്, മനുവേട്ടൻ കാര്യമൊക്കെ അറിഞ്ഞോ എന്ന് ചോദിക്കും. അതെ, അതറിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നത് എന്ന്, വീട്ടിലേക്ക് തിരിച്ചതെന്ന് മനു പറയുന്നുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെയാണ് കേട്ടോ മനും പറയുന്നത്. ഇനിയിപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, തെറ്റ് ചെയ്തവരെന്തായാലും ശിക്ഷ അനുഭവിച്ചേ പറ്റുള്ളൂ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ മനുവിനാണെങ്കിലും ആകെ ടെൻഷൻ, അവൻ നിൻ്റെ കൂടപ്പിറപ്പല്ലേ എന്നൊക്കെയാട്ടോ ചോദിക്കുന്നത്. 10-21 വയസ്സായ ചെറുപ്പക്കാരാണ്, അവരുടെ ജീവിതം എന്താവും എന്നൊക്കെയാണ് പറയുന്നത്. അലീന അപ്പോൾ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ കൂടപ്പിറപ്പൊക്കെ തന്നെയാണ്, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രോഹിത് ആയാലും ഹരി ആയാലും ശിക്ഷ അനുഭവിച്ചേ പറ്റുള്ളൂ, ഒരിക്കൽ അവർ എന്നോട് ഇങ്ങനെ ചെയ്യാൻ
നിന്നതാണ്. അന്ന് ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ടതാണ്. അന്നും ഞാൻ അവർക്ക് വാണിംഗ് കൊടുത്തതാണ് ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന്. വീണ്ടും അവർ തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവർ അനുഭവിച്ചേ മതിയാവൂ എന്നാട്ടോ പറയുന്നത്. മറുവശത്ത് 18 വയസ്സ് തികയാത്തൊരു കുട്ടിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ കൂടെയാണെന്നും കൂടെ അലീന എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് മനു പറയുന്നുണ്ടായിരുന്നു, എന്തായാലും ഞാൻ വീട്ടിലേക്ക് എത്താറായി, ഞാൻ കോൾ കട്ട് ചെയ്യാണ് കേട്ടോ, എന്തെങ്കിലും ഡെവലപ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനു മുന്നേ അലീന ബാലേന്ദ്രൻ ഹോസ്പിറ്റലായ കാര്യങ്ങളും അവിടെ ICUലാണെന്നുള്ള കാര്യങ്ങളൊക്കെ മനുവിനെ അറിയിക്കുന്നുണ്ടായിരുന്നേ. എന്തായാലും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അലീന ആകെ ടെൻഷനിൽ തന്നെയാണ് കേട്ടോ. പിന്നെ കമല ശിവനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമൊന്നും കോൾ എടുക്കുന്നില്ല. കോൾ എടുക്കുമ്പോൾ തന്നെ കമല അങ്ങ് ദേഷ്യപ്പെടും കേട്ടോ. ഞാൻ എത്ര സമയമായി വിളിക്കുന്നു, എന്താ ഫോൺ എടുക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ശിവൻ പറയുന്നുണ്ടായിരുന്നു, ഞാനിവിടെ ജോലിയിലാണ്, നീ പറയുന്ന പോലെ ഇങ്ങനെ ഇവിടെ ഫോൺ എടുക്കാനൊന്നും പറ്റില്ല, ഇപ്പം തന്നെ ഞാൻ പുറത്തിറങ്ങിയിട്ടാണ് വിളിക്കുന്നത് എന്ന് പറയുമ്പോൾ, എന്നാൽ പിന്നെ അവിടെ തന്നെ നിൽക്കേണ്ടി വരും, ഹരീനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. അവർ 4 പേരും കൂടെ ഏതോ ടൂർ പോയതായിരുന്നു, കൂട്ടത്തിലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അവളെന്താണെങ്കിലും ടൂർ പോയി വന്നപ്പോൾ അവളെ പേടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്തിട്ടുണ്ട്, അതിനെ പിടിച്ചുകൊണ്ടുപോയതെന്ന് പറയും കേട്ടോ. അപ്പോൾ പേടിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്ത്, പേടിപ്പിച്ചു അതൊക്കെ ഒന്നല്ലേ എന്നാണ് കേട്ടോ ഭയങ്കര കൂളായിട്ടാണ് കമല പറയുന്നത്. എന്താണെന്ന് വെച്ച് ചെയ്യ്, അവനെ ജാമ്യത്തിൽ ഇറക്ക് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ രോഹിത്തിനെ പിടിച്ചുകൊണ്ടുപോയ കാര്യം പറയുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രൻ്റെ വീട്ടിൽ ചെന്നിട്ടാണ് പിടിച്ചുകൊണ്ടുപോയത്. അതുകൊണ്ട് ബാലേന്ദ്രൻ്റെ അഹങ്കാരം കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ അങ്ങ് പറയുമ്പോൾ ശിവനാണെങ്കിലും ദേഷ്യം വരുന്നുണ്ട്. പിന്നെ കമല പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ഹരിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി, രോഹിത്തിൻ്റെ കാര്യം നോക്കാൻ ബാലേന്ദ്രനുണ്ടല്ലോ എന്നാട്ടോ പറയുന്നത്. അപ്പോൾ ശിവനാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, മകനെ ബലാത്സംഗ കേസിൽ പോലീസ് പിടിച്ചുകൊണ്ടുപോയി എന്നാണ് ഈ പറഞ്ഞു വരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. നീയൊക്കെ എങ്ങനെ മനുഷ്യജന്മത്തിൽ വന്ന് പെട്ടു എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ട് പോടി പുള്ളി എന്ന് പറയും കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു, അലീന ഉണ്ടല്ലോ അവിടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ, ബാലേന്ദ്രൻ്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ശിവന് ഒന്നുകൂടെ ദേഷ്യം വരുന്നത്. എന്തായാലും ഞാൻ അലീനേനെ വിളിച്ചോളാം കാര്യങ്ങൾ അറിയാനെന്ന് പറഞ്ഞിട്ടാണ് വെക്കുന്നത്. എന്നിട്ട് പിന്നെ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്, ഫോൺ എടുത്ത് കോൾ കട്ട് ചെയ്തിട്ട് പോയോ, ഇപ്പം ഞാൻ ഫോണിൽ വിളിച്ച് പറഞ്ഞതായോ കുറ്റം എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നേ. അപ്പോഴാണ് മനു വരുന്നത് കേട്ടോ. മനു ആകെ ദേഷ്യത്തിലാണ് കയറി വരുന്നത്. കോളിംഗ് ബെല്ലൊക്കെ അങ്ങ് പിടിച്ച് അമർത്തി അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കമല വന്ന് ഡോർ തുറക്കുമ്പോഴേ മനു നല്ല ദേഷ്യത്തിൽ അങ്ങ് നോക്കും കേട്ടോ. കമല അങ്ങനെ പറയുന്നുണ്ടായിരുന്നു മനുവിനോട്, ഹരീനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി എന്ന്. അപ്പോൾ മനു ചോദിക്കും, മകനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയപ്പോൾ അമ്മ എന്താ കൂടെ പോവാതിരുന്നത്, അങ്ങ് സ്റ്റേഷനിലേക്ക് പോയിക്കൂടായിരുന്നോ, മകനെ ജാമ്യത്തിൽ വിടണം എന്ന് പറഞ്ഞ് അങ്ങ് പോയിക്കൂടായിരുന്നു ചോദിക്കുമ്പോൾ, ഞാനാണോ അവനെ ജാമ്യത്തിൽ ഇറക്കാൻ പോകേണ്ടതെന്ന് കേട്ടോ കമല ചോദിക്കുന്നത്. പിന്നെ ആരാ പോവേണ്ടത്, അമ്മയാണല്ലോ മകൻ്റെ തെറ്റ് മുഴുവൻ ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ട് അവനെ കൂടെ നിർത്തുന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ നിൻ്റെ കൂടപ്പിറപ്പല്ലാടാ അവൻ, ഇങ്ങനെ അവൻ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളല്ലേ തിരുത്തേണ്ടതെന്ന് പറയുമ്പോൾ, എന്നിട്ട് തെറ്റ് പറ്റിയിട്ട് അമ്മ തിരുത്തിയോ, അലീനയോട് ഒരു തവണ അവൻ ഇങ്ങനെ ചെയ്യാൻ നിന്നതാണല്ലോ, എന്നിട്ട് അമ്മ അവനെ തെറ്റ് തിരുത്തി കൊടുത്തോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ഒറ്റ ഒരുത്തിയാണ് രോഹിത്തും ഹരിയും പഴിച്ചു പോകാൻ കാരണം എന്ന് പറയുമ്പോൾ അമ്മ മിണ്ടി പോകരുത് എന്ന് പറയും കേട്ടോ. അപ്പോൾ അമ്മയാണ് എല്ലാത്തിനും കാരണം, അവനെ പോലെ ഒരു മകനെ പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ മനു അങ്ങ് അടക്കി പിടിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇനി അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ കൊല്ലപ്പള്ളിയിൽ ഇങ്ങനെ മാളിക വീട്ടിൽ കമലാമ്മയാണെന്ന് പറഞ്ഞ് നാട്ടുകാരുടെ മുന്നിൽ ഇറങ്ങി നടക്കുന്നത് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മനു അവിടുന്ന് അങ്ങ് അകത്തേക്ക് കയറി പോകുന്നത്. അപ്പോഴാണ് കമലയ്ക്ക് ഒന്ന് ബോധം വന്നതെന്ന് തോന്നുന്നുണ്ട്. അതുവരെ അതിൻ്റെ സീരിയസ്നെസ് ഒന്നും മനസ്സിലായിട്ടില്ലായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് ബാലേന്ദ്രനെയാണ് കാണിക്കുന്നത്, ഗോവലോ എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. പ്രമോല് ഇത്രയൊക്കെയാണ് കാണിച്ചത്. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്